നമസ്കാരം. 24ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 13 ബുധനാഴ്ചയാണ്. കർക്കടകം 28-ാം തീയതി. ഇന്ന് ലോക അവയവദാന ദിനം. അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുകയും അവയവദാനം പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. ഇന്നൊരു ഓർമ്മ ദിനം കൂടിയാണ്. സോപാന സംഗീത കുലപതി ഞെരളത്ത് രാമപൊതുവാളിന്റെ ഓർമ്മദിനം. ക്ഷേത്രങ്ങളിൽ അനുഷ്ഠാനമായി അവതരിപ്പിക്കുന്ന സോപാന സംഗീതത്തെ ജനകീയമാക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച കലാകാരനാണ് ഞെരളത്ത് രാമപൊതുവാൾ. മോർണിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലേക്ക്. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെത്തിയ കേന്ദ്രമന്ത്രി തൃശൂരിലേക്ക് തിരിച്ചു. സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ഓഫീസിന് മുന്നിലെ ബോർഡിൽ CPIM പ്രവർത്തകർ കരിയോയിൽ ഒഴിച്ചതിനെ തുടർന്നുണ്ടായ CPIM BJP സംഘർഷങ്ങൾക്കിടെയാണ് സുരേഷ് ഗോപി തൃശൂരിലെത്തുന്നത്. MP ഓഫീസിൽ കരിയോയിൽ ഒഴിച്ചതിൽ പ്രതിഷേധിച്ച് BJP നടത്തുന്ന പ്രതിഷേധ മാർച്ചിൽ സുരേഷ് ഗോപി പങ്കെടുക്കും. വിവാദങ്ങളിൽ സുരേഷ് ഗോപി MP ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കേന്ദ്രമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സുരേഷ് സജി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. ആദ്യം സൂരജ് സജിയിലേക്കാണ്. സൂരജ്, ഇന്നലെ രാത്രിയോടെ നമ്മൾ കണ്ടത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ്. അത് BJP പ്രവർത്തകർക്ക് ചെറിയ രീതിയിലുള്ള പരുക്ക്, ചെറിയ രീതിയിലെന്ന് പറയാൻ കഴിയില്ല. പോലീസുമായുള്ള സംഘർഷത്തിൽ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിൽ നേതാക്കളിന് തന്നെ ഒരു ലാത്തി ചാർജ് ഏൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തും അദ്ദേഹം ഈ വിഷയത്തിൽ മാധ്യമപ്രവർത്തകരോട് ഒന്നും പ്രതികരിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ പ്രതിഷേധം കടുപ്പിക്കുകയാണോ? ഏത് രീതിയിലാകും ഇന്നത്തെ പ്രതിഷേധം BJPയുടെ? സ്മിത, ഇന്നലെ രാത്രി വൈകി CPM BJP പ്രവർത്തകർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് തൃശ്ശൂരിലുണ്ടായത്. അത് വൈകുന്നേരത്തോടുകൂടി CPM കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലുണ്ടായ സംഭവങ്ങളെ തുടർന്നായിരുന്നു. മാർച്ചിനിടെ ഒരു പ്രവർത്തകൻ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് പോകുന്ന ദിശാ ബോർഡിൽ കരിയോയിൽ ഒഴിക്കുകയും ചെരുപ്പുമാല അണിയിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. ഈ പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പിന്നീട് വിട്ടയക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് BJP പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയത്. അവർ ചൂണ്ടിക്കാട്ടിയത് ഇത് കേന്ദ്രമന്ത്രിയുടെ ഓഫീസിന് നേരെയുള്ള ആക്രമണമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു CPM ഓഫീസിലേക്ക് മാർച്ചായി എത്തിയത്. ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിനിടയിൽ CPM പ്രവർത്തകർ സംഘടിച്ച ഓഫീസിൽ നിന്ന് പുറത്തെത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും ഇരു കൂട്ടരും ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് പോലീസ് ഏറെ പണിപ്പെട്ടാണ് ഇരുകൂട്ടരെയും പിന്തിരിപ്പിച്ചത്. ഇതിൽ 3 BJP പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരു CPM പ്രവർത്തകനും പരിക്കേറ്റിട്ടുണ്ട്. ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും അതോടൊപ്പം തന്നെ ഓഫീസിന് ബോർഡിന് കരിയോയിൽ ഒഴിച്ച പശ്ചാത്തലത്തിലുമൊക്കെയാണ് സുരേഷ് ഗോപി ഇന്ന് തൃശ്ശൂരിലെത്തുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വിവാദ വിഷയങ്ങൾ നിരവധി ഉണ്ടായിരുന്നെങ്കിലും സുരേഷ് ഗോപി മൗനം തുടരുകയായിരുന്നു. അതിനിടയിൽ ഇന്ന് കേന്ദ്രമന്ത്രി എത്തുന്ന വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് BJP സംബന്ധിച്ച് ഈ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ വലിയ രീതിയിലുള്ള പ്രതിരോധമാണ്. അതിനിടയിൽ വീണ് കിട്ടിയ ആയുധമാക്കി ഈ കരിയോയിൽ പ്രയോഗത്തെ മാറ്റാനുള്ള ഒരു നീക്കമാണ് BJP നടത്തുന്നത്. ഇന്ന് കേന്ദ്രമന്ത്രിക്ക് റെയിൽവേ സ്റ്റേഷനിലടക്കം BJP പ്രവർത്തകർ സ്വീകരണം നൽകും. അതിനുശേഷം നേരെ അശ്വിനി ആശുപത്രിയിലെത്തി പ്രവർത്തകരെ കാണും കേന്ദ്രമന്ത്രി. പിന്നീട് ഓഫീസിൽ സന്ദർശനം നടത്തിയ ശേഷം സുരേഷ് ഗോപി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് നടക്കുന്ന മാർച്ചിലും പങ്കെടുക്കും. സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധങ്ങൾക്ക് BJP ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സ്മിത, ശരി. സുരേഷ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. മനീഷ് മഹിപാൽ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, കേന്ദ്രമന്ത്രിയുടെ മൗനം അത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്, വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിന്റെ തൃശ്ശൂരിലെ ഓഫീസിന് മുന്നിലുണ്ടായ ഓഫീസിലേക്ക് കരിയോയിൽ ഒഴിച്ച വിഷയം, അതിനുശേഷം വലിയ പ്രതിഷേധമുണ്ടായി. ആ വിഷയത്തിലും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം പ്രതികരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സ്മിത, വിവാദ വിഷയങ്ങളിലെല്ലാം സുരേഷ് ഗോപി നിലവിൽ മൗനം തുടരുകയാണ്. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് എയർ ഇന്ത്യ വിമാനത്തിൽ സുരേഷ് ഗോപി ആഭ്യന്തര വിമാനത്താവളത്തിൽ എത്തിയത്. അവിടെ ആഭ്യന്തര വിമാനത്താവളത്തിൽ കാത്തുനിന്ന മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പക്ഷേ ചോദ്യങ്ങൾ ചോദിച്ചെങ്കിൽ അദ്ദേഹം അത് കൂട്ടാക്കാതെ, അത് കാണാതെ മൗനം തുടർന്ന് നടന്നു നീങ്ങുകയായിരുന്നു. പിന്നീട് ശാസ്തമംഗലത്തെ വീട്ടിലേക്ക് പോയ അദ്ദേഹം പിന്നീട് പുലർച്ചെ 5:15
വന്ദേ ഭാരതിൽ പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. അപ്പോഴും പ്രധാന കവാടത്തിന് മുൻപിൽ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ പ്രധാന കവാടം ഒഴിവാക്കി അദ്ദേഹം മറ്റൊരു വഴിയിലൂടെ വന്ദേ ഭാരത് ട്രെയിനിൽ കയറി യാത്ര തുടരുകയായിരുന്നു. 9:30 തന്നെ അദ്ദേഹം തൃശ്ശൂരിലെത്തും, വന്ദേ ഭാരതിൽ തൃശ്ശൂരിലെത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ അദ്ദേഹം ഇന്നലെ കഴിഞ്ഞ ദിവസം ഡൽഹിയിലും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല, കേരളത്തിലെ തലസ്ഥാനത്തും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ഇനി തൃശ്ശൂരിൽ അദ്ദേഹം പ്രതികരിക്കുമോ എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നോക്കുന്നത്. തൃശ്ശൂരിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം 9:30 എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും പിന്നീട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് നടക്കുന്ന മാർച്ചിലടക്കം സുരേഷ് ഗോപി പങ്കെടുക്കുമെന്ന വിവരമുണ്ട്. ഇത് സംബന്ധിച്ച് ഈ വോട്ടർ പട്ടിക ക്രമക്കേടിലടക്കം ഒപ്പം തന്നെ കന്യാസ്ത്രീ വിഷയത്തിലടക്കം സുരേഷ് ഗോപിക്കെതിരെ വലിയ രീതിയിലുള്ള സമര പരിപാടികളിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. നിലവിൽ TN പ്രതാപൻ കൊടുത്ത, അതായത് സുരേഷ് ഗോപി കൊടുത്ത സത്യവാങ്മൂലം വ്യാജമാണെന്ന പരാതിയിൽ അദ്ദേഹത്തിന് എതിരെ കേസെടുക്കണമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഉള്ള മൊഴിയെടുക്കാനും ഒപ്പം തന്നെ അത് അന്വേഷിക്കാനും ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഇത് മൊഴിയെടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള സത്യവാങ്മൂലം സംബന്ധിച്ച നിയമ ഉപദേശം പോലീസ് തേടുന്നുണ്ട്. ഇത് സംബന്ധിച്ച് സുരേഷ് ഗോപിക്ക് ശാസ്താമംഗലത്തെ വീട്ടിൽ അവിടെ സ്ഥിരതാമസക്കാരായ വീട്ടുകാരുള്ളപ്പോൾ എങ്ങനെ തൃശ്ശൂരിലേക്ക് സത്യവാങ്മൂലം നൽകി വോട്ട് അങ്ങോട്ടേക്ക് മാറ്റി എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെ അനുജന് കൂടി ഇരട്ട വോട്ടുണ്ടെന്നുള്ള തരത്തിലുള്ള കണ്ടെത്തൽ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു കൃത്യമായ നിയമ ഉപദേശം ലഭിച്ച ശേഷം മാത്രമായിരിക്കും സുരേഷ് ഗോപിക്കെതിരെ കേസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമ നടപടികളോ മൊഴിയെടുക്കലടക്കമുള്ള പ്രാഥമിക നടപടികളിലേക്ക് നീങ്ങുക. എന്താണെങ്കിൽ ഈ വിഷയത്തിൽ സുരേഷ് ഗോപി തലസ്ഥാനത്തെത്തിയിട്ടും മൗനം തുടരുകയാണ്. അദ്ദേഹം ശാസ്താമംഗലത്തെ വീട്ടിലെത്തി രാവിലെ തന്നെ അദ്ദേഹം വീണ്ടും തൃശ്ശൂരിലേക്ക് മടങ്ങിയിട്ടുണ്ട്. തൃശ്ശൂരിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകും എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിൽ സൂരജ് സജി തുടരുന്നുണ്ട്. സൂരജ്, ഈ വോട്ടർ പട്ടിക ക്രമക്കേട് ചൂണ്ടിക്കാട്ടി ഇന്നലെയൊക്കെ വലിയ രീതിയിലൊരു ആയുധമാക്കുകയാണ് മറ്റുള്ള പാർട്ടിക്കാരെല്ലാവരും തന്നെ. ഇദ്ദേഹത്തിന് തൃശ്ശൂരിൽ എങ്ങനെ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞു? അത് കേന്ദ്രമന്ത്രിക്ക് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ട്. ഒപ്പം അനുജന്റെ ഇരട്ട വോട്ടിനെ കുറിച്ചും ഒക്കെ തന്നെ വലിയ വിവാദമാക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ അതിലൊരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്ന്. സൂരജ്, കേൾക്കാമോ? കേന്ദ്രമന്ത്രി തൃശ്ശൂരിലേക്ക് യാത്ര തിരിച്ചു. അവിടെ മനീഷ് മഹിപാൽ പറഞ്ഞത് തിരുവനന്തപുരത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് ഒരു വിഷയത്തെക്കുറിച്ചും തന്നെ പ്രതികരിച്ചില്ല എന്നാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ പ്രധാനമാണ്. ഇന്ന് പ്രതിഷേധങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ വോട്ടർ പട്ടിക ക്രമക്കേടിൽ ഉൾപ്പെടെയുള്ള ഒരു പ്രതികരണം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും സ്മിത, അതായത് ഇന്ന് ഇദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായും സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടക്കുന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സുരേഷ് ഗോപി സംസാരിക്കും എന്നുള്ളത് തന്നെയാണ് BJP നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ വിവാദ വിഷയങ്ങൾ അദ്ദേഹം ഈ ഉദ്ഘാടന വേളയിലെങ്കിലും പ്രതികരിക്കുമെന്നുള്ളതാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വിവാദ വിഷയങ്ങളും അതോടൊപ്പം തന്നെ ഈ കന്യാസ്ത്രീകൾക്കും ഈ ക്രൈസ്തവർക്കുമെതിരായി ഉണ്ടാകുന്ന അതിക്രമങ്ങൾ, ഇതിലൊന്നും തന്നെ സുരേഷ് ഗോപി ഒരു തരത്തിലുള്ള പ്രതികരണം നടത്തിയില്ല എന്ന വിമർശനങ്ങൾ ശക്തമായിരുന്നു. ഇന്നലെ CPM-ന്റെ മാർച്ച് നടത്തിയത് ഈ വൈദികർക്കും അതോടൊപ്പം തന്നെ കന്യാസ്ത്രീകൾക്കുമെതിരായ അതിക്രമത്തിൽ സുരേഷ് ഗോപി മൗനം തുടരുന്നു. അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ ജനവിധി അട്ടിമറിച്ചു എന്നിവ ചൂണ്ടിക്കാട്ടിയായിരുന്നു. അതിനിടയിലാണ് സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്കുള്ള ദിശാബോർഡിലേക്ക് കരിയോയിൽ ഒഴിച്ച് ഈ പ്രതിഷേധമടക്കം CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതാണ് BJP സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ ആയുധമായി വീണുകിട്ടിയ ആയുധമാക്കി BJP മാറ്റുന്നത്. അങ്ങനെയാണ് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനടക്കം BJP ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് കേന്ദ്രമന്ത്രിയുടെ ഓഫീസിന് നേരെയുള്ള അക്രമമായി അവർ കാണുന്നു. അതൊരു വൈകാരിക വിഷയമായി BJP അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് തന്നെയുള്ള മാർച്ച് തൊട്ടുപിന്നാലെ CPM പ്രവർത്തകർ സംഘടിച്ചെത്തി അത് തടയാൻ ശ്രമിക്കുകയും പിന്നീട് കയ്യാങ്കളിയിലേക്കടക്കം നീങ്ങുകയും ചെയ്ത ഒരു സാഹചര്യം. 3 BJP പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഇതെല്ലാം തന്നെ BJP സംബന്ധിച്ച് നിലവിൽ ഉയർന്നു വന്ന വിവാദ വിഷയങ്ങളെ മറികടക്കാൻ ലഭിച്ച ഒരു ആയുധമാക്കി അവർ മാറ്റുന്നു. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ തന്നെ ഇറക്കിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്. വലിയ രീതിയിലുള്ള പോലീസ് വിന്യാസം അടക്കം തൃശൂർ നഗരത്തിലുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ BJP-യുടെയും CPIM-ന്റെ ഓഫീസിന് പോലീസ് പൂർണ്ണമായ കാവൽ ഏർപ്പെടുത്തിയിരുന്നു. ഇന്നും സുരക്ഷ തുടരും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ ഇന്നലെ ഈ കരിയോയിൽ ഒഴിച്ച പ്രവർത്തകനെ ആദ്യഘട്ടത്തിൽ പോലീസ് വിട്ടയച്ചതാണ്. ആ പ്രവർത്തകനെ വീണ്ടും ഇന്നലെ രാത്രിയോടുകൂടി കസ്റ്റഡിയിൽ എടുത്തു. പ്രത്യേകിച്ച് ഈ കരിയോയിൽ ഒഴിച്ചതിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോർവിളിയും കയ്യാങ്കളിയിലും ഒക്കെ കാര്യങ്ങൾ എത്തിയതോടുകൂടിയാണ് ഈ പ്രവർത്തകനെ രാത്രിയോടുകൂടി വീണ്ടും പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. അങ്ങനെ പോലീസിനെ സംബന്ധിച്ച് ഇന്നും വലിയ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. സ്വാഭാവികമായും BJP പ്രവർത്തകർ അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു വലിയ പോലീസ് വിന്യാസം അടക്കം തൃശൂർ നഗരത്തിലുമുണ്ട്. സ്മിത, സൂരജ് സജിയാണ് തൃശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് നൽകിയത്.
മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഒരു കൂട്ടം ഹർജികളിൽ സുപ്രീംകോടതിയിൽ ഇന്നും വാദം തുടരും. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികളിൽ വാദം കേൾക്കുക. ഇന്നലെ കേസിൽ വാദം കേൾക്കുന്നതിനിടയിൽ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകൻ യോഗേന്ദ്ര യാദവ് വോട്ടർ പട്ടികയിൽ മരിച്ചെന്ന് രേഖപ്പെടുത്തിയ സ്ത്രീയെ കോടതി മുറിയിൽ ഹാജരാക്കിയ നാടകീയ രംഗങ്ങളും നമ്മൾ കണ്ടു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ തന്നെ ഇന്നും അങ്ങനെ തുടരും. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. വെരി ഗുഡ് മോർണിംഗ് സ്മിത. തീർച്ചയായും ഈ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ രംഗത്തെത്തിയത്. പ്രതിപക്ഷത്തിനുള്ളിലുണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും ഈ ഒരു വിഷയത്തിന്റെ പേരിൽ പരിഹരിക്കപ്പെടുകയും ഇതുവരെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ പോലും ഇല്ലാത്ത അത്രയും ഐക്യത്തോടെയും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ ഒന്നിച്ചു നിൽക്കുകയാണ്. അത് കോടതിയെ സമീപിച്ച ഘട്ടത്തിലും ദൃശ്യമായിരുന്നു. ബീഹാറിലെ വോട്ടർ പട്ടിക വിഷയവുമായി ബന്ധപ്പെട്ട് ഹർജി നൽകിയവരിൽ പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ നേതാക്കൾ, തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾ, മൗവ മൊയ്ത്ര അടക്കമുള്ളവർ ഉൾപ്പെടുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ആ ഹർജികളാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുക. പ്രധാനമായും ഹർജിക്കാർ ഉന്നയിച്ച ഒരു വാദം എന്നുള്ളത് ഇത് ജനങ്ങളുടെ അവകാശത്തെ ഹനിക്കുന്നതാണ്, ഭരണഘടനാ വിരുദ്ധമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി എന്നുള്ളതാണ്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പൗരത്വം പരിശോധിക്കാൻ എന്ത് അവകാശം എന്ന ചോദ്യമാണ് ഹർജിക്കാർ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഹർജി സുപ്രീം കോടതിയിൽ നിലനിൽക്കെ തന്നെയാണ് ബീഹാറിലെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക നടപടികൾ പൂർത്തിയായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഉൾപ്പെടെ ഹർജിക്കാർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രധാനമായും വ്യാപകമായ തെറ്റുകൾ ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നിലവിലുള്ള കരട് വോട്ടർ പട്ടികയിൽ തന്നെ വ്യാപകമായ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നും മരിച്ചുപോയവരെ ഉൾപ്പെടെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ജീവിച്ചിരിക്കുന്ന ആളുകളെ മരിച്ചതായും ഈ കരട് പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുമാണ് ഹർജിക്കാർ സുപ്രീം കോടതിക്ക് മുന്നിൽ ഉന്നയിച്ച വാദങ്ങൾ. അതിൽ കഴിഞ്ഞ ദിവസം സാമൂഹ്യ പ്രവർത്തകൻ യോഗേന്ദ്ര യാദവ് വോട്ടർ പട്ടികയിൽ മരിച്ചു എന്ന് രേഖപ്പെടുത്തിയ ഒരു സ്ത്രീയെ കോടതിയിൽ തന്നെ ഹാജരാക്കി നാടകീയമായ രംഗങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിൽ പ്രധാനമായി വരുന്ന ഒരു കാര്യം എന്നുള്ളത് ആധാർ ഒരു പൗരത്വ രേഖയായി അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ആദ്യഘട്ടം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടെടുത്തത്. അത് സുപ്രീം കോടതി അംഗീകരിക്കുകയായിരുന്നു. അതേസമയം ആധാറിന്റെ വിഷയം സ്വതന്ത്രമായ പരിശോധന ആവശ്യമാണ് എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ വോട്ടർ പട്ടിക പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ടോ എന്ന ചോദ്യവും ഉയർന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം നടന്ന വാദങ്ങളിൽ അത് അത്തരത്തിൽ ഉണ്ട് എന്നത് ശരിവെക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ അവസാനിക്കുന്നു. അല്ലാത്ത പക്ഷം അത് വീണ്ടും തുടർവാദങ്ങൾക്കും ശക്തമായ വാദപ്രതിവാദങ്ങൾക്കും വഴിവെക്കും എന്ന് ഉറപ്പാണ്. ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ് എന്നുള്ളതാണ് പ്രധാനമായും ഹർജിക്കാർ ഉന്നയിക്കുന്ന ഒരു വാദം. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദങ്ങൾ, ഈ വോട്ടർ പട്ടിക വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കമ്മീഷന്റെ വാദങ്ങൾ കോടതിക്ക് മുന്നിൽ വയ്ക്കും. അത് ഏറെ സുപ്രധാനമാണ്. ഈ വിഷയത്തിൽ ഒരു ഇടക്കാല ഉത്തരവിനുള്ള സാധ്യതയും ഇന്നുണ്ട്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികളിൽ ഇന്നും വാദം തുടരും. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. താൽക്കാലിക VC നിയമനത്തിൽ ഹൈക്കോടതി ഉത്തരവിനെതിരായ ഗവർണറുടെ ഹർജി ഇന്ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ച കോടതി സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനുള്ള നടപടി ഉടൻ ആരംഭിക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. വിഷയത്തിൽ സർക്കാരും ഗവർണറും യോജിച്ച് തീരുമാനം കൈക്കൊള്ളണമെന്നായിരുന്നു സുപ്രീം കോടതി അറിയിച്ചത്. ഗവർണറുടെ താൽക്കാലിക VC നിയമനത്തിനെതിരെ സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. സുപ്രീം കോടതി നിർദ്ദേശിച്ച പ്രകാരമല്ല നിയമനം ഉണ്ടായതെന്നും ചട്ടവിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ. കേരള സാങ്കേതിക സർവകലാശാലയുടെ നിർണായക സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരും. ബജറ്റ് അംഗീകാരമാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. ഇയർ ബാഗ് സംവിധാനം ഒഴിവാക്കണമെന്ന SFIയുടെ ആവശ്യത്തിലും ഇന്ന് ചർച്ചയുണ്ടായേക്കും. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. മനീഷ്, പലപ്പോഴും ഈ സർക്കാർ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അവർ പങ്കെടുക്കാത്തതുകൊണ്ട് തന്നെ കോറം തികയാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എന്താകും കൃത്യമായി യോഗം? സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ സുപ്രധാന സിൻഡിക്കേറ്റ്, നിർണായകമായ സിൻഡിക്കേറ്റ് യോഗമാണ് ഇന്ന് ചേരുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സർക്കാരിലെ ഉന്നത വകുപ്പ് ഉദ്യോഗസ്ഥർ സിൻഡിക്കേറ്റിൽ പങ്കെടുക്കേണ്ടവർ പങ്കെടുക്കാത്തതിനാൽ, അത് കോറം തികയാത്തതിനാൽ ഈ സിൻഡിക്കേറ്റ് യോഗം നടത്താൻ കഴിയുന്നില്ല. സുപ്രധാന തീരുമാനങ്ങളൊന്നും തന്നെ എടുക്കാൻ കഴിയുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി VC
ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ സിൻഡിക്കേറ്റ് യോഗം ചേരുകയാണ്. ബജറ്റ് അംഗീകാരം യോഗത്തിന്റെ ഒരു പ്രധാന അജണ്ടയാണ്. ഇയർ ബാഗ് സംവിധാനം ഒഴിവാക്കണമെന്ന SFIയുടെ ആവശ്യത്തിലും ഇന്ന് ചർച്ചയുണ്ടായേക്കും. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട്. മനീഷ്, കേൾക്കാമോ? ഇന്ന് വളരെ നിർണായകമാണ് ഈ യോഗം. എല്ലാവരും പങ്കെടുക്കാൻ സാധ്യതയുണ്ടോ? സ്മിത, ഏറെ സങ്കീർണവും ഒപ്പം തന്നെ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യമാണ് കേരള സാങ്കേതിക സർവകലാശാലയിലുള്ളത്. നിലവിൽ കഴിഞ്ഞ ദിവസം വിളിച്ച ഫിനാൻസ് കമ്മിറ്റിയിലടക്കം സർക്കാർ പ്രതിനിധികൾ വിട്ടുനിന്ന് വലിയ വിവാദമായിരുന്നു. പ്രത്യേകിച്ച് ഡീൻ അക്കാഡമിക്കും ഡീൻ റിസർച്ച് അടക്കമുള്ള സർക്കാർ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നില്ല. 15 പേർ പങ്കെടുക്കേണ്ട ഫിനാൻസ് കമ്മിറ്റിയിൽ 4 പേർ മാത്രം പങ്കെടുത്തു. 8 പേർ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ പ്രധാനപ്പെട്ട അജണ്ടകളൊക്കെ തന്നെ ചർച്ച ചെയ്യാൻ കഴിയുകയുള്ളൂ. ഏറ്റവും പ്രധാനമായും കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇതുവരെയും സർവകലാശാലയിൽ വിതരണം ചെയ്തിട്ടില്ല. ഒപ്പം തന്നെ 2 മാസമായി പെൻഷൻ മുടങ്ങി. ഈ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യേണ്ട പ്രിന്റിംഗ് അത് നടത്താൻ പണമില്ലാത്തതുകൊണ്ട് പ്രിന്റിംഗ് നടത്തിയിട്ടില്ല. ഒപ്പം തന്നെ ആമസോൺ ക്ലൗഡിന് 2 മാസമായി പണം അടച്ചിട്ടില്ല. മറ്റ് സോഫ്റ്റ്വെയർ ആളുകൾക്കൊക്കെ തന്നെ ഡെവലപ്പർമാർക്ക് പണം കൊടുത്തിട്ടില്ല. അങ്ങനെ സോഫ്റ്റ്വെയർ വിഷയങ്ങൾ ഒത്തിരിയുണ്ട്. അങ്ങനെയുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ വാർത്തകൾ 24 ആയിരുന്നു ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതിന് പിന്നാലെ ഈ സർക്കാർ പ്രതിനിധികളടക്കം പങ്കെടുക്കുന്നില്ല, അവർ നിസ്സഹരണം ആണ് കാണിച്ചുകൊണ്ട് ഗവർണർക്ക് VC ശിവപ്രസാദ് കത്ത് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് കോടതിയെ സമീപിച്ച് കോടതിയിൽ ഹർജി നൽകിയ അടിസ്ഥാനത്തിലാണ് സർക്കാരിന് ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകിയത്. അതിൻ്റെയൊക്കെ തന്നെ അടിസ്ഥാനത്തിൽ ഇന്ന് പകൽ 11 മണിക്ക് സാങ്കേതിക സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗം ചേരുമെന്നാണ് നമുക്ക് ലഭിക്കുന്നത്. സിൻഡിക്കേറ്റ് യോഗം ചേരും. പക്ഷേ അതിൽ സർക്കാർ പ്രതിനിധികളൊപ്പം തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങളൊക്കെ തന്നെ പങ്കെടുക്കുമെന്നതാണ് ചോദ്യം. സാധാരണയായും സ്വാഭാവികമായും കോടതിയുടെ ഒരു നോട്ടീസ് വന്നുകൊണ്ട് തന്നെ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ യോഗത്തിലായിരിക്കും പ്രധാനപ്പെട്ട ബജറ്റ് അവതരിപ്പിക്കുകയും ബജറ്റ് പാസ്സാക്കുകയും വേണം. അങ്ങനെ ബജറ്റ് പാസ്സാക്കിയാൽ മാത്രമേ നിലവിലുള്ള ശമ്പള കുടിശ്ശികയും പെൻഷൻ കുടിശ്ശികയും ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സർട്ടിഫിക്കറ്റ് വിതരണത്തിലെ പ്രതിസന്ധിയും മറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്പർമാർക്ക് കൊടുക്കേണ്ട പണമടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമാവുകയുള്ളൂ. മറുവശത്ത് 6 മാസത്തേക്കാണ് താൽക്കാലിക VC ശിവപ്രസാദിന് ഗവർണർ നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ്. സുപ്രീം കോടതി വിധിയെ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ രീതിയിൽ ഗവർണർ വീണ്ടും അതായത് VCയുടെ നിയമനം റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ആദ്യം വന്നിരുന്നു. സ്ഥിരം VC വേണം, 6 മാസത്തേക്ക് VCയെ നിയമിക്കുകയാണെങ്കിൽ സർക്കാരിനോടുകൂടിയുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ പാടുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സർക്കാർ കൊടുത്ത പേരുകൾ 2 പേരുകളൊക്കെ തന്നെ വെട്ടി ആണ് നിലവിൽ ഗവർണർ ശിവപ്രസാദിനെ തന്നെ അവിടുത്തെ VC ആയി തുടരുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. അതേ സമാനമായ വിഷയം ഡിജിറ്റൽ സർവകലാശാലയിലുണ്ട്. അവിടെ സിസാസ് തോമസിനെയും 6 മാസത്തേക്ക് VCയെ നിയമിച്ചിട്ടുണ്ട്. അങ്ങനെ സർവകലാശാലയിൽ കേരളയിലും സാങ്കേതിക സർവകലാശാല ഡിജിറ്റൽ സർവകലാശാല ഇത്തരത്തിൽ ഗവർണർ സർക്കാർ പോലും മുറുകുമ്പോഴാണ് ഇന്ന് നിർണായക സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. സ്മിത, എന്തുകൊണ്ടും വളരെ പ്രധാനമാണ് ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗം. മനീഷ് മഹിപാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. സർവകലാശാലകളിൽ പുതിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ച് വിഭജന ഭീതി ദിനാചരണം. കേരള സർവകലാശാലയിൽ പുറത്തിറക്കിയ സർക്കുലറുകളെ ചൊല്ലിയുള്ള ആശയക്കുഴപ്പം ഇതുവരെയും അവസാനിച്ചിട്ടില്ല. ദിനാചരണം വേണ്ടെന്ന സർക്കുലർ പുറത്തിറക്കിയ കോളേജ് ഡെവലപ്മെന്റ് കൗൺസിൽ ഡയറക്ടർ മണിക്കൂറുകൾക്കകം രാജിവെച്ചു. വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ തുടർ നടപടി ഈ വിഷയത്തിൽ നിർണായകമാകും. കണ്ണൂർ KTU VCമാർ അതത് സർവകലാശാലകൾക്ക് കീഴിലുള്ള കോളേജ് പ്രിൻസിപ്പൽമാർക്ക് ദിനാചരണത്തിനുള്ള നിർദ്ദേശം നൽകി. ക്യുസാറ്റ് VC സെമിനാർ സംഘടിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എവിടെ പരിപാടി സംഘടിപ്പിച്ചാലും തടയും എന്നാണ് SFIയുടെ പ്രഖ്യാപനം. ഈ ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. കോതമംഗലത്ത് 23-കാരി ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി റമീസിന്റെ മാതാപിതാക്കളെ ഇന്ന് കസ്റ്റഡിയിലെടുക്കും. പെൺകുട്ടിയുടെ സഹോദരന്റെയും അമ്മയുടെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ഓട്ടോ ഡ്രൈവറുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തി. റിമാൻഡിലുള്ള റമീസിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി ആലുവയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കും. ലാൽകൃഷ്ണൻ ചേരുന്നുണ്ട് തൊടുപുഴയിൽ നിന്ന് വിവരങ്ങളുമായി. ലാൽകൃഷ്ണൻ, ഈ റമീസിന്റെ മാതാപിതാക്കളെ കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരു തീരുമാനം, അതോടൊപ്പം തന്നെ ഇന്നുണ്ടാകുന്ന തെളിവെടുപ്പ്, അത് ഏത് രീതിയിലായിരിക്കും? പെൺകുട്ടിയുടെ ആത്മഹത്യ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് റമീസിനെ കൂടാതെ റമീസിന്റെ മാതാപിതാക്കളുടെ പേരുകളാണ്. അതായത് റമീസിന്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടും അവർ ഇടപെട്ടില്ല. അവർ ഒരു ഘട്ടത്തിൽ പോലും റമീസിനെ തിരുത്താൻ തയ്യാറായില്ല. തന്നെ മതപരിവർത്തനത്തിന് വേണ്ടി നിർബന്ധിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. തന്റെ വാക്കുകൾ കേൾക്കാൻ അവർ തയ്യാറായിരുന്നില്ല. എന്നീ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മാതാപിതാക്കൾക്കെതിരെയായിട്ടുള്ള ആരോപണം. സ്വാഭാവികമായിട്ടും ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനാണ് മാതാപിതാക്കളെ നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ തുനിയുന്നത്. അതിനുശേഷം വിശദമായി അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെൺകുട്ടിയുടെ ബന്ധുക്കളുടെയും ഓട്ടോ ഡ്രൈവർ അടക്കമുള്ള ആളുകളുടെയും മൊഴി ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റമീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ബലപ്പെട്ട് നിൽക്കുന്ന ഒരു കേസ് എന്ന് പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി പലയിടങ്ങളിലായി എത്തിച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ഇതിൽ തെളിവെടുപ്പ് നടക്കേണ്ട 2-3 ഇടങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഇടം എന്ന് പറയുന്നത് റമീസിന്റെ വീട് തന്നെയാണ്. അവിടെ വെച്ചാണ് പെൺകുട്ടിയെ മർദ്ദിച്ചതായി പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മർദ്ദനമേറ്റതായി പറയുന്നുണ്ട്.
ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവെടുപ്പിനാണ് റമീസിനെ കസ്റ്റഡിയിൽ വാങ്ങി വീട്ടിലേക്ക് എത്തിക്കുന്നത്. ഇതിന് പുറമെ പലയിടങ്ങളിലും ഇരുവരും ഒരുമിച്ച് താമസിച്ചതായി പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ ചാറ്റുകളിൽ നിന്ന് റമീസും പെൺകുട്ടിയും തമ്മിലുണ്ടായ അസ്വാരസ്യത്തെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പെൺകുട്ടിയുടെ ഫോണിൽ റമീസിന്റെ മാതാപിതാക്കളുമായി നടത്തിയ സംഭാഷണങ്ങളുടെ വിശദാംശങ്ങളുമുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് നിലവിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതിനിടയിലാണ് പെൺകുട്ടിയുടെ ബന്ധുക്കൾ പോലീസ് അന്വേഷണത്തിൽ മതിയായ തൃപ്തിയില്ല, ദുർബല വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നീ കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് ഈ കേസ് NIA-ക്ക് വിടണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGP-ക്കും കത്ത് നൽകിയിട്ടുള്ളത്. പ്രധാനമായിട്ടും പുറത്തുനിന്നുള്ള ആളുകളുടെ സമ്മർദ്ദം മൂലമാണ് മതപരിവർത്തനത്തിന് അവർ നിർബന്ധിച്ചതെന്നും ഇതിൽ മറ്റാരുടെയെങ്കിലും ഇടപെടലുണ്ടോ എന്നീ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് NIA അന്വേഷണം എന്ന രീതിയിലേക്ക് അവർ മുന്നോട്ട് പോകുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ നിലവിൽ മതപരിവർത്തനം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടില്ല. ഇക്കാര്യങ്ങൾ കൂടി അന്വേഷണത്തിന്റെ പരിധിയിൽ വരണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. ശരി, ലാൽകൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയായിരുന്നു. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള NDA സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് സൂചന. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ NDA നേതൃയോഗം ചുമതലപ്പെടുത്തിയിരുന്നു. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ശിവരാജ് സിംഗ് ചൌഹാൻ, മനോഹർ ലാൽ ഖട്ടർ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാകും ഉണ്ടാവുക എന്നാണ് BJP കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. പാർലമെന്ററി അനുഭവ പരിചയമുള്ള വിവാദങ്ങളിൽ പെടാത്ത ഒരാളാകും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി എന്നും സൂചനയുണ്ട്. കർണാടക ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ ഇന്ന് കർണാടക നിയമസഭയിൽ ചർച്ചയാകും. വിഷയം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് അവസരം നൽകുമെന്ന് സ്പീക്കർ UT ഖാദർ വ്യക്തമാക്കിയിരുന്നു. അന്വേഷണ പുരോഗതി ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കണമെന്നാണ് BJP-യുടെ പ്രധാന ആവശ്യം. കോൺഗ്രസ് MLA-മാരുടെ യോഗത്തിൽ ധർമ്മസ്ഥല ചർച്ചയായിരുന്നു. 13 സ്പോട്ടിലും പരിശോധന നടത്തിയ ശേഷം കുഴിച്ച് പരിശോധന അവസാനിപ്പിക്കണോ എന്ന് ആലോചിച്ച് തീരുമാനിക്കും എന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ യോഗത്തിൽ പറഞ്ഞു. 13ാം സ്പോട്ടിലെ ഇന്നലത്തെ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJP-ക്കുമെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ്. വോട്ട് ചോരി മുദ്രാവാക്യം മുഴക്കി എല്ലാ ജില്ലകളിലും നാളെ മെഴുകുതിരികൾ കത്തിച്ച് മാർച്ച് നടത്തും. സംസ്ഥാന തലത്തിലും പ്രധാനപ്പെട്ട നഗരങ്ങളിലും മെഗാ റാലികൾ സംഘടിപ്പിക്കും. സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 15 വരെ രാജ്യവ്യാപകമായി ക്യാമ്പയിനുകൾ നടത്തും. പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 5 കോടി ഒപ്പുകൾ ശേഖരിക്കും. വോട്ടർമാരുടെ അവകാശങ്ങളെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് നടത്തുന്നതെന്ന് കോൺഗ്രസ്. 48 ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയത് വോട്ട് തട്ടിപ്പിലൂടെയെന്ന് രാഹുൽ ഗാന്ധി. ബംഗളൂരുവിൽ ഉപയോഗിച്ച അതേ തന്ത്രം തന്നെയാണ് മറ്റിടങ്ങളിലും പ്രയോഗിച്ചത്. ഈ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഘട്ടം ഘട്ടമായി പുറത്തുവിടും. കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിലാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യം അറിയിച്ചത്. ഇനി വാർത്താലോകം. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപ് പുടിൻ ഉച്ചകോടി അലാസ്കയിലെന്ന് സ്ഥിരീകരിച്ച് വൈറ്റ് ഹൌസ്. അമേരിക്കൻ മണ്ണിലെത്താൻ സന്നദ്ധത കാണിച്ച പുടിന്റെ തീരുമാനം ആദരണീയമെന്ന് ട്രംപ് പറഞ്ഞു. വെള്ളിയാഴ്ചയാണ് കൂടിക്കാഴ്ച. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിംഗ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം റഷ്യയുമായി അത്ര രസത്തിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അലാസ്കയിൽ ഈ കൂടിക്കാഴ്ച ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വലിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു സ്ഥിരീകരണം എത്തുകയാണോ? ഗുഡ് മോർണിംഗ് സ്മിത. ഇത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടക്കുന്നത്. ഈ ഉച്ചകോടിയുടെ സ്ഥലം സംബന്ധിച്ച് തുടക്കത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. പുടിന് കൂടുതൽ താല്പര്യം UAE ആയിരുന്നു. പക്ഷെ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മെയിൽ അവിടെ പോയി വന്നതേ ഉള്ളൂ. വീണ്ടും അത്ര ഒരു ദീർഘയാത്ര അദ്ദേഹത്തിന് സാധ്യമല്ല എന്ന ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. മൂന്നാമതൊരു രാജ്യവും പരിഗണനയിലുണ്ടായിരുന്നു. എന്നാൽ ഒടുവിൽ അമേരിക്കയുടെ വെസ്റ്റ് കോസ്റ്റിലുള്ള അലാസ്കയിൽ ആകട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു. അലാസ്കയിലെ ഒരു US സൈനിക കേന്ദ്രമാണ് പ്രധാനമായും ഈ ഉച്ചകോടിക്കായി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് അമേരിക്കൻ സൈനിക കേന്ദ്രത്തിൽ കടക്കുന്നത് സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ വൈറ്റ് ഹൗസിൽ ഇപ്പോഴുമുണ്ട്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ഡൊണാൾഡ് ട്രംപ് വ്ളാദിമിർ പുടിൻ ഉച്ചകോടി അലാസ്കയിലാണെന്ന് എന്നാൽ
ഒടുവിൽ വൈറ്റ് ഹൗസ് ഇന്ന് ഉച്ചയ്ക്ക് മാധ്യമങ്ങളോട് സംസാരിക്കവേ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ മണ്ണിലെത്തുവാൻ സന്നദ്ധത കാണിച്ച പുടിന്റെ തീരുമാനം ആദരണീയമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇതിനോട് പ്രതികരിച്ചത്. സ്മിത, 2015 ന്യൂയോർക്കിൽ നടന്ന UN ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കുവാനാണ് പുടിൻ അമേരിക്കയിലേക്ക് അവസാനമായി യാത്ര ചെയ്തത്. പിന്നീടുള്ള അടുത്ത യാത്രയാണിത്. 2023 യുദ്ധ കുറ്റക്കേസിൽ, അതായത് യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള കുറ്റക്കേസിൽ പുടിനെതിരെ വാറന്റ് പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അമേരിക്ക അംഗമല്ലാത്തതിനാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാനുള്ള ബാധ്യത അമേരിക്ക ഇല്ല. ഇതും വലിയ തോതിൽ അമേരിക്കൻ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. വൈറ്റ് ഹൗസ് യുദ്ധം അവസാനിപ്പിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ കഴിഞ്ഞ മണിക്കൂറുകളിൽ മനഃപൂർവ്വം താഴ്ത്തിക്കൊണ്ടുവരുന്നുണ്ട്. പ്രസ് സെക്രട്ടറി കാരലിൻ ലെവിറ്റ് പറഞ്ഞത് ഈ യോഗം അതായത് പുടിന് പറയാനുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക, അതായത് ഒരു ലിസണിംഗ് എക്സർസൈസ് ആയിരിക്കും ഇത്. എന്നാൽ ഇരു രാജ്യങ്ങളുടെയും ഒരു വലിയ സംഘം അലാസ്കയിലെത്തി ഇതിന്റെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. സ്മിത, 1867 റഷ്യയിൽ നിന്ന് അമേരിക്ക $7 മില്യൺ വാങ്ങിച്ച സ്ഥലമാണ് അലാസ്ക. കയ്യെത്തും ദൂരത്താണ് റഷ്യ, ഏതാണ്ട് 80 കിലോമീറ്റർ അപ്പുറത്താണ് റഷ്യ. സ്മിത, ഇനി ചില രാജ്യാന്തര വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ. ഗസയിൽ അൽ ജസീറ മാധ്യമ പ്രവർത്തകരെ കൊലപ്പെടുത്തിയ ഇസ്രായേലിനെതിരെ ആഗോള വ്യാപകമായി രോഷം ശക്തം. ഗസയിൽ 24 മണിക്കൂറിനിടെ ഭക്ഷണം കാത്തുനിന്ന 31 പേരടക്കം 89 പേർ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. സുഡാനിൽ പട്ടിണി മൂലം വീട് വിട്ടിറങ്ങിയവർ താമസിച്ചിരുന്ന അബു ഷൈ ക്യാമ്പിൽ നടന്ന ആക്രമണത്തിൽ 40 പേർ കൊല്ലപ്പെട്ടു. ഔദ്യോഗിക സേനയ്ക്കെതിരെ നിലയുറപ്പിച്ച അർദ്ധ സൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് ആണ് ആക്രമണം നടത്തിയത്. 4.5 ലക്ഷത്തോളം അഭയാർത്ഥികൾ കഴിയുന്ന ക്യാമ്പിലാണ് ആക്രമണമുണ്ടായത്. നേപ്പാളിൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി അടുത്ത 2 വർഷത്തേക്ക് 97 ഹിമാലയൻ പർവ്വതനിരകളിൽ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനാനുമതി നൽകാൻ സർക്കാർ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 10 പർവ്വതങ്ങളിൽ 8 സ്ഥിതി ചെയ്യുന്ന നേപ്പാളിൽ പർവ്വതാരോഹണം പ്രധാന വരുമാന സ്രോതസ്സാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം. തെക്കൻ യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുതീ വ്യാപിക്കുന്നു. താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായ ഇറ്റലി, ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ രാജ്യങ്ങളിലെ ചില പ്രദേശങ്ങളിൽ റെഡ് ഹീറ്റ് അലർട്ടുകൾ പുറപ്പെടുവിച്ചു. മാലിയിൽ ഉന്നത ജനറൽമാർ ഉൾപ്പെടെ നിരവധി സൈനികരെ അറസ്റ്റ് ചെയ്തതിനു പിന്നാലെ രാജ്യതലസ്ഥാനത്ത് സംഘർഷാവസ്ഥ രൂക്ഷം. ജനറൽ അസിമി ഗോയ്റ്റയുടെ സർക്കാരിനെ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാരോപിച്ചാണ് സൈനികരെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് റിപ്പോർട്ട്. കൂടുതൽ വാർത്തകളിലേക്കാണ്. തമിഴ്നാട് രാമേശ്വരത്തെ പാമ്പൻ പാലത്തിൽ വെർട്ടിക്കൽ സ്പാനിൽ തകരാർ. ട്രെയിനുകൾ മണിക്കൂറുകളോളം വൈകി. 5 ട്രെയിനുകളാണ് 3 മണിക്കൂറിലധികം വൈകിയത്. കപ്പലിന് കടന്നുപോകാൻ പാലം ഉയർന്നെങ്കിലും പിന്നീട് താഴാതിരുന്നത് ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചു. വിവരാവകാശ നിയമം ദുരുപയോഗം ചെയ്തത് പരിശോധിക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. നിയമസഭയിൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു കർണാടക മുഖ്യമന്ത്രി. RTI ആക്ടിവിസ്റ്റുകളായ ചിലർ പ്രശസ്തിക്ക് വേണ്ടി നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് MLA-മാർ ആരോപിച്ചിരുന്നു. ഇനി ചില ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. ട്രംപിന്റെ താരിഫിന്റെ ആഘാതം ഏറ്റവും അധികം ബാധിക്കുക വടക്കേ ഇന്ത്യയെ ആയിരിക്കുമെന്ന് വിലയിരുത്തൽ. ആന്ധ്രാപ്രദേശിലെ ചെമ്മീൻ കർഷകരെയും പഞ്ചാബിലെ പരുത്തി ഉൽപാദന ക്ലസ്റ്ററുകൾക്കും താരിഫ് തിരിച്ചടിയാകും. ബെറ്റിംഗ് ആപ്പ് കേസിൽ സുരേഷ് റൈനയ്ക്ക് ED സമൻസ്. ഇന്ന് റൈനയെ ചോദ്യം ചെയ്യും. അനധികൃത ബെറ്റിംഗ് സെലിബ്രിറ്റികൾ പ്രൊമോട്ട് ചെയ്യുന്നു എന്നതാണ് കേസ്. കഴിഞ്ഞ ദിവസം ഇതേ കേസിൽ റാണ ദഗുബട്ടി ഹൈദരാബാദിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. അംബിയോ സേഫ്റ്റി ഇൻഡെക്സ് 2025 പ്രകാരം രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളിൽ 7ാം സ്ഥാനം തിരുവനന്തപുരത്തിന്. ആഗോളതലത്തിൽ 149ാം സ്ഥാനത്താണ് നഗരം. ജനങ്ങൾ വിവിധ രാജ്യങ്ങളിലും നഗരങ്ങളിലും എത്രത്തോളം സുരക്ഷിതരാണ് എന്ന് കാണിക്കുന്ന സൂചികയാണ് NSE. തമിഴ്നാട്ടിൽ 70 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാരുടെയും ഭിന്നശേഷിക്കാരുടെയും വീടുകളിൽ വാഹനങ്ങളിൽ റേഷൻ സാധനങ്ങൾ എത്തിക്കുന്ന തായുമാനവർ പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാനത്തുടനീളമുള്ള 70 വയസ്സിന് മുകളിലുള്ള 20,42,657 പൗരന്മാർക്കും പൊതുവിതരണ സമ്പ്രദായത്തിന് കീഴിലുള്ള 1,27,797 ഭിന്നശേഷിക്കാർക്കും പ്രയോജനം ലഭിക്കും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 14-നും 15-നും ഡൽഹി നിയമസഭാ പരിസരം ജനങ്ങൾക്കായി തുറന്നു നൽകാൻ സർക്കാർ. സന്ദർശനത്തിന് രജിസ്ട്രേഷൻ ആവശ്യമില്ലെന്നും തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കണമെന്നും നിർദ്ദേശം.
ഇനിയൊരു റിപ്പോർട്ടിലേക്കാണ്. മാലിന്യത്തിൽ നിറഞ്ഞു കിടക്കുന്ന കൊച്ചിയിലെ കനാലുകൾ മുഖം മിനുക്കുന്നു. ഇന്റഗ്രേറ്റഡ് അർബൻ റീജനറേഷൻ ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നാണ് ഈ പദ്ധതിയുടെ പേര്. പാശ്ചാത്യ മാതൃകയിൽ കനാലുകൾ നവീകരിക്കുക, അതാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡും കേരള വാട്ടർ അതോറിറ്റിയും ലക്ഷ്യമിടുന്നത്. കൊച്ചി വഴി കൊച്ചി അല്ലെങ്കിലും കൊച്ചിയിലെ കനാലുകൾക്കൊന്നും ഒരു മാറ്റവുമില്ല. മാലിന്യം നിറഞ്ഞ് ദുർഗന്ധം വമിച്ച് കിടക്കുകയാണ്. അതിനൊരു മാറ്റം വരുത്താനാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡും അതോടൊപ്പം തന്നെ ജല അതോറിറ്റിയും ശ്രമിക്കുന്നത്. പുതിയ പദ്ധതി വഴി കൊച്ചിയിലെ കനാലുകൾ പാശ്ചാത്യ രീതിയിലേക്ക് മാറുമെന്നാണ് പ്രതീക്ഷ. നഗരത്തിൽ മലിനമായി കിടക്കുന്ന പേരണ്ടൂർ, ചിലവന്നൂർ, ഇടപ്പള്ളി, തേവര, കോന്തുരുത്തി മാർക്കറ്റ് കനാലുകളാണ് നവീകരണത്തിനൊരുങ്ങുന്നത്. വെനീസ്, ആംസ്റ്റർഡാം, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളാണ് മാതൃക. 3716 കോടി രൂപയാണ് പദ്ധതി ചെലവ്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടും പരിഹരിക്കപ്പെടും. കൊതുക് നിവാരണം പരിപൂർണമാകണമെങ്കിൽ സിവേജ് വെള്ളം ഒരു കാരണവശാലും കാനയിലേക്കും തോട്ടിലേക്കും പോകരുത്. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു. 2, സെപ്റ്റി ടാങ്കുകൾ ഇങ്ങനെ ഉള്ളതുകൊണ്ട് കൊച്ചിയുടെ ഈ ഗ്രൗണ്ട് വാട്ടർ മുഴുവനും കണ്ടാമിനേറ്റഡ് ആണ്. അതുകൊണ്ടാണ് പഴയ പോലത്തെ കിണർ വെള്ളമോ അല്ലെങ്കിൽ ബോർവെല്ലോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത്. ആ പ്രശ്നം കുടിവെള്ളത്തിൻ്റെ കാര്യം നമുക്ക് പരിഹരിക്കപ്പെടുന്നു. 3 വെള്ളക്കെട്ട്, വാട്ടർ സ്പോർട്സ്, ഫുഡ് മാർക്കറ്റ് എന്നിവയ്ക്ക് പുറമെ മാലിന്യ സംസ്കരണ പ്ലാന്റുകളും സ്ഥാപിക്കും. വാട്ടർ മെട്രോ ഉൾപ്പെടുന്ന കൊച്ചിയിലെ ജലഗതാഗത സംവിധാനം കൂടുതൽ കരുത്താർജിക്കും. പദ്ധതിയിൽ പറയുന്നത് പോലെ കാര്യങ്ങൾ നടന്നാൽ കൊച്ചിയുടെ ഗതാഗത മേഖലയ്ക്കും ടൂറിസം മേഖലയ്ക്കും വൻ കുതിച്ചുചാട്ടമുണ്ടാകുമെന്ന് ഉറപ്പ്. പക്ഷേ പറഞ്ഞതുപോലെ തന്നെ നടക്കണം. കൊച്ചിയിൽ നിന്ന് സ്വാതി കൃഷ്ണയ്ക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. പ്രധാനപ്പെട്ട ഒരു വാർത്ത കോഴിക്കോട് നിന്നും വരുന്നു. കോഴിക്കോട് പുളിയാവ് നാഷണൽ കോളേജിലെ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതികളായ 5 പേരെയും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കേസിൽ 2 സീനിയർ വിദ്യാർത്ഥികൾ റിമാൻഡിലാണ്. ഒളിവിൽ പോയ 3 വിദ്യാർത്ഥികൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. സമീർ, കൂടുതൽ വിവരങ്ങൾ പറയും. ഗുഡ് മോർണിംഗ് സ്മിത. 19കാരനായിട്ടുള്ള ജൂനിയർ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ 5 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് 5 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 2 പേർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. ആ 2 പേരെയാണ് ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. സിനാൻ, അതുപോലെ തന്നെ ഹിഷാം, ഈ 2 വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ വിദ്യാർത്ഥി പോകുന്ന വേളയിൽ സ്കൂട്ടറിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ആ വേളയിൽ സ്കൂട്ടർ തടഞ്ഞു നിർത്തുകയും പിന്നീട് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. കുട്ടിയെ ബൈക്കിൽ അതിൻ്റെ മുഖവും അതുപോലെ തന്നെ തലയുമൊക്കെ ഇടിപ്പിക്കുകയും അതുപോലെ ഹെൽമറ്റ് കൊണ്ട് മർദ്ദിക്കുകയും ചെയ്തു. അങ്ങനെ ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി ലഭിക്കുകയും തുടർന്ന് ശക്തമായിട്ടുള്ള നടപടിയിലേക്ക് വളയം പോലീസ് കടക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ ഇപ്പോൾ കോളേജിന്റെ ഭാഗത്തുനിന്നുള്ള നടപടി ഉണ്ടായിരിക്കുന്നു. 5 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. സ്മിത. ശരി. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച് തിരുവനന്തപുരത്ത് നിന്നുള്ള 30 വിദ്യാർത്ഥികൾ മൻ കി ബാത്ത് പ്രശ്നോത്തരി വിജയികളാണ് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചത്. സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനൊപ്പം സംഘം പ്രധാനമന്ത്രിയുമായി സംവദിക്കുകയും ചെയ്യും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനോടൊപ്പം 5 ദിവസങ്ങളിലായി ഡൽഹിയിലെ ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങൾ സന്ദർശിക്കാനും പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ എന്നിവരുമായി സംവദിക്കാനുമുള്ള അവസരമാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. 10 ദിവസത്തെ യാത്രയാണ്. പാർലമെന്റിലും രാജ്യസഭയിലും ലോക്സഭയിലും മാത്രമല്ല ബാക്കി കേന്ദ്രമന്ത്രികളോട് ഇന്ററാക്ട് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും നമുക്ക് അവസരം ലഭിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടും ഇൻഡിപെൻഡൻസ് ഡേ ഒരു ഭാഗ്യമുഹൂർത്തമാണ് എൻ്റെ ലൈഫിലെ. പ്രധാനമന്ത്രിയോടും ഡോക്ടർ എസ് ജയശങ്കറിനോടും പോളിസി മേക്കിങ്ങിനെ കുറിച്ചും അതിൻ്റെ പല രീതിക്കുള്ള കാര്യങ്ങളെ പറ്റിയും ചോദിച്ചറിയണമെന്നും നേരിട്ട് സംസാരിക്കണമെന്നും അത്യന്തികം ആഗ്രഹിക്കുന്നു. മൻ കി ബാത്ത് പ്രശ്നോത്തരിയിലൂടെയാണ് ഡൽഹിയിലേക്കുള്ള വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തത്. മേരാ യുവഭാരതും ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷനും സംയുക്തമായാണ് യാത്ര ഒരുക്കിയത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് വിദ്യാർത്ഥികൾ അടങ്ങിയതാണ് സംഘം. ഡൽഹി പോകണം മാത്രമല്ല സാധാരണ ഒരു ആൾക്ക് കഴിയാൻ പറ്റാത്ത അത്ര കാര്യങ്ങൾ കാണാനും അറിയാനുമുള്ള ഒരു അവസരം കൂടിയാണ്. വളരെയധികം സന്തോഷമുണ്ട്. പല വിദ്യാർത്ഥികൾക്കും ഡൽഹിയിലേക്കുള്ള യാത്ര ആദ്യാനുഭവം. യാത്ര പൂർത്തിയാക്കി 30 അംഗ സംഘം ഓഗസ്റ്റ് 21 തിരികെ നാട്ടിലെത്തും. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വിദ്യാർത്ഥികളെ യാത്രയയക്കാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. 24 തിരുവനന്തപുരം.
കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ ഗതാഗത കുരുക്ക് 7-ാം വളവിൽ ലോറി തകരാറിലായി. അതിനെ തുടർന്നാണ് ഗതാഗത തടസ്സം ഉണ്ടായത്. സമീർ സി മുഹമ്മദാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. സമീർ, ഇത് എപ്പോഴാണ് ഈ ലോറിക്ക് അപകടമുണ്ടായത്, തകരാറിലായത്? ഇപ്പോൾ ഗതാഗത കുരുക്ക് രൂക്ഷമാണോ അവിടെ? സ്മിത, ഇന്ന് പുലർച്ചെ 1 മണിയോട് കൂടിയാണ് ലോറി കേടായത്. 7-ാം വളവിൽ വെച്ചുകൊണ്ട് ആക്സിൽ പൊട്ടുകയും തുടർന്ന് ലോറി അവിടെ തകരാറായി കുടുങ്ങുകയും ചെയ്തു. അതേ തുടർന്നാണ് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് രൂക്ഷമായത്. എന്നാൽ പിന്നീട് 5 മണിയോടുകൂടെ JCB കൊണ്ടുവരികയും അങ്ങനെ ഈ കേടായിട്ടുള്ള ലോറി അരികിലേക്ക് മാറ്റുകയും ചെയ്തു. പക്ഷേ 5 മണിക്കൂറോളം ഏകദേശം ഈ വാഹനത്തിന്റെ ഒരു ഗതാഗത കുരുക്ക് രൂക്ഷമായി തുടർന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴും ആ ഒരു കുരുക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്, പക്ഷേ ഇത്രയധികം സമയം വാഹനങ്ങൾ കെട്ടിനിന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കുരുക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നത്. വാഹനങ്ങൾ കടത്തിവിടാൻ പോലീസിന്റെയും അതുപോലെ തന്നെ ചുരം സംരക്ഷണ സമിതിയുടെയും ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോറി മാറ്റിയ ഒരു പശ്ചാത്തലത്തിൽ ഗതാഗത കുരുക്കിന് വൈകാതെ തന്നെ അയവ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ നേരിയ തോതിലുള്ള മഴ ലഭിക്കുന്നുമുണ്ട്. അത്തരമൊരു സാഹചര്യം കൂടിയാണ് ചുരം കയറുന്നതിനും ചുരം ഇറങ്ങുന്നതിനും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഇപ്പോൾ നേരിയ ഗതാഗത കുരുക്ക് തുടരുകയാണ് സ്മിത. ശരി, സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. ഇന്ന് ലോക അവയവദാന ദിനം. അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയും കൂടുതൽ ആളുകളെ അവയവം ദാനം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. അവയവദാതാക്കളെ ആദരിക്കുന്നതിനും ഈ ദിനം പ്രാധാന്യം നൽകുന്നു. അവയവം ദാനം ചെയ്യുന്നതിലൂടെ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നു. ആരോഗ്യമുള്ള ഒരാൾ ഒരു വൃക്ക ദാനം ചെയ്യുമ്പോൾ വൃക്കകളുടെ പ്രവർത്തനം പൂർണ്ണമായും തകരാറിലായ ഒരാൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ സാധിക്കുന്നു. കരൾ, പാൻക്രിയാസ്, ശ്വാസകോശം, കുടൽ ഇതെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ ദാനം ചെയ്യാൻ കഴിയും. 18 വയസ്സ് പൂർത്തിയാക്കിയ ആരോഗ്യമുള്ള ആർക്കും അവയവം ദാനം ചെയ്യാം. ഒരു അവയവദാതാവിന് 8 ജീവൻ രക്ഷിക്കാൻ കഴിയും. ഇന്ത്യയിൽ പ്രതിവർഷം 5 ലക്ഷത്തോളം അവയവങ്ങൾ വിവിധ രോഗികൾക്കായി ആവശ്യമുണ്ടെന്ന് കണക്കുകൾ. എന്നാൽ അതിന്റെ 3% മാത്രമാണ് അവയവം മാറ്റിവെക്കൽ നടക്കുന്നത്. അവയവങ്ങളുടെ ലഭ്യതക്കുറവാണ് അനധികൃത അവയവ കച്ചവടത്തിന് വഴിവെക്കുന്നത്. അടിയന്തര ഘട്ടത്തിൽ ആവശ്യക്കാർക്ക് തുണയാകുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. അവയവം ദാനം ചെയ്യുമ്പോൾ നിയമ നടപടികളും മാർഗനിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കുന്നതിലൂടെ ഈ രംഗത്ത് വർദ്ധിച്ചുവരുന്ന നിയമലംഘനങ്ങൾ തടയാൻ കഴിയും. ഓർക്കുക, അവയവദാനത്തിലൂടെ നാം വിലപ്പെട്ട ജീവനാണ് തിരിച്ചുപിടിക്കുന്നത്. റിസർച്ച് ഡെസ്ക് 24. കൊല്ലം തെന്മലയിൽ ഭീതി പരത്തുന്ന പുലിയെ പിടികൂടാൻ വനംവകുപ്പ് ശ്രമം തുടങ്ങി. സ്ഥലത്ത് ഉടൻ തന്നെ കൂട് സ്ഥാപിക്കുമെന്ന് പുനലൂർ MLA PS സുപാൽ 24നോട് പറഞ്ഞു. ആവശ്യമെങ്കിൽ കൂടുതൽ കൂടുകൾ സ്ഥാപിക്കുമെന്നും MLA പറഞ്ഞു. ക്യാമറ ട്രാപ്പിന് പിന്നാലെയാണ് കൂട് സ്ഥാപിക്കാനുള്ള തീരുമാനം. തെന്മല 40-ാം കുറ്റി സ്വദേശി പ്രേംജിത്തിന്റെ വീട്ടുമുറ്റത്തെത്തിയ പുലിയെ നിരീക്ഷിക്കാൻ വനംവകുപ്പ് വീടിന്റെ പരിസര പ്രദേശങ്ങളിലായി ക്യാമറകളും ഹസ്ക ലൈറ്റും സ്ഥാപിച്ചിരുന്നു. RRT സംഘം നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തു. വനംവകുപ്പ് അധികൃതരും പുനലൂർ MLA PS സുപാലുമായി നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് അടിയന്തരമായി കൂട് സ്ഥാപിക്കാൻ തീരുമാനമായത്. ആളുകൾ പറയുന്നത് ഇതിനുവേണ്ടി ഒരു കൂട് സ്ഥാപിക്കണമെന്നുള്ളതാണ്. അപ്പോൾ വനംവകുപ്പുമായി ബന്ധപ്പെട്ട് അത് കൂട് സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുമെന്ന് വനംവകുപ്പിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള നടപടിയിലേക്ക് പോവുകയാണ്. പ്രദേശത്തെ സ്വകാര്യ വ്യക്തികളുടെ വസ്തുവിലെ കാടുകൾ നീക്കം ചെയ്യാൻ കർശന നിർദ്ദേശം നൽകാൻ പഞ്ചായത്തിനോട് ആവശ്യപ്പെടുമെന്നും MLA. കാട് പിടിച്ചിരിക്കുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങൾ അത് ഒഴിവാക്കണം എന്നുള്ള തരത്തിൽ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് പഞ്ചായത്തുകളാണ് മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരം അത് സ്വകാര്യ പ്രോപ്പർട്ടി ആണെങ്കിൽ ആ കാട് നീക്കം ചെയ്ത് അതിൻ്റെ പൈസ ഈടാക്കാൻ കഴിയും പഞ്ചായത്തിന്. പ്രദേശവാസികളുടെ ഭീതി അകറ്റാനുള്ള നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെയുള്ളവരുടെ യോഗം ഉടൻ വിളിച്ചു ചേർക്കും. 24 കൊട്ടാരക്കര. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നാളെ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സജി നന്ദ്യാട്ട്, B രാകേഷ് എന്നിവരാണ് മത്സരരംഗത്ത്. കല്ലിയൂർ ശശി, ലിസ്റ്റിൻ സ്റ്റീഫൻ, സംവിധായകൻ വിനയൻ എന്നിവർ ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥികൾ. നാമനിർദ്ദേശ പത്രിക തള്ളിയ നടപടി ചൂണ്ടിക്കാട്ടി സാന്ദ്ര തോമസ് നൽകിയ ഹർജിയിൽ അനുകൂല വിധിയുണ്ടായാൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി ട്രഷറർ സ്ഥാനത്തേക്ക് മാത്രം മത്സരിക്കാനാണ് സജി നന്ദ്യാട്ടിന്റെ തീരുമാനം. ഇതിനിടയിൽ അനിൽ തോമസ് സജി നന്ദ്യാട്ട് തർക്കം പരസ്യപ്പോരിലേക്ക് നീങ്ങി. അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. അമൽ, വലിയ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ അങ്ങനെ നടക്കുന്ന സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ്. അത് വളരെ പ്രധാനമാകുന്നു.
സ്മിത, നിർമ്മാതാക്കളുടെ സംഘടന കലുഷിതമായിട്ടുള്ള കുറച്ച് ദിവസങ്ങളിലൂടെയായിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായി കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഏതായാലും ഇന്ന് സാന്ദ്ര തോമസിന്റെ കേസിൽ ഒരു വിധി എറണാകുളം സബ് കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിർമ്മാതാക്കളുടെ സംഘടനയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് സാന്ദ്ര തോമസിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ടാണ് സാന്ദ്ര തോമസ് കോടതിയെ സമീപിച്ചത്. ഏതായാലും ആ ഒരു കേസിൽ ഇപ്പോൾ വിധി വരാനിരിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും വിധി? സാന്ദ്ര തോമസിനെ മത്സരിക്കുവാനുള്ള അനുമതി കോടതിയിൽ നിന്ന് ലഭിക്കുമോ എന്ന ഒരു പ്രശ്നവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നിലവിലുള്ള ചിത്രത്തിൽ വലിയൊരു മാറ്റം വരും. ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് സജി നന്ദിയാട്ടും അതുപോലെ തന്നെ ബി രാകേഷുമാണ്. അതുകൂടാതെ തന്നെ ലിസ്റ്റിൻ സ്റ്റീഫനും സംവിധായകനും വിനയനും കലിയൂർ ശശിയും ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുവാനും ഒരുങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അതായത് ഈ സാന്ദ്ര തോമസിന്റെ വിധിയിൽ അനുകൂലമായിട്ടുള്ളൊരു വിധിയാണ് സാന്ദ്ര തോമസിന് ഉണ്ടാകുന്നത് എങ്കിൽ ഈ ഒരു മത്സരത്തിന്റെ ചിത്രം മാറി സജി നന്ദിയാട്ട് പ്രസിഡന്റ് സ്ഥാനത്തിന് പകരം ട്രഷറി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാന്ദ്ര തോമസിന്റെ ഒരു വിവാദം നിലനിൽക്കുമ്പോൾ തന്നെ സജി നന്ദിയാട്ടും ബി അനിലും തമ്മിലുള്ള ഒരു തർക്കവും ഈ ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അതും ഒരു വലിയ പ്രശ്നമായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സാന്ദ്ര തോമസിന്റെ വിധി വരാനിരിക്കുന്നത്. സ്മിത, അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയായിരുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് സജി നന്ദിയാട്ട് രാജിവെച്ചതിന് പിന്നാലെ ഫിലിം ചേംബർ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് കൊച്ചിയിൽ. സജി നന്ദിയാട്ടിന്റെ വിശദീകരണം കേൾക്കാനും രാജി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളും ചർച്ച ചെയ്യാനാണ് യോഗം. വിതരണക്കാരുടെ സംഘടന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനിൽ അംഗത്വം ലഭിക്കാൻ സജി നന്ദിയാട്ട് കൃത്രിമ രേഖകൾ ചമച്ചെന്ന് ചൂണ്ടിക്കാട്ടി നിർമ്മാതാവ് മനോജ് റാം സിംഗ് പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് നിയമോപദേശം തേടിയ ഫിലിം ചേംബർ സജിയുടെ അംഗത്വം റദ്ദാക്കുകയും ചെയ്തു. താൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനിരിക്കെ നടന്ന ഗൂഢലക്ഷ്യമാണ് ഈ നടപടിക്ക് കാരണം എന്നാണ് സജി നന്ദിയാട്ടിന്റെ വാദം. എല്ലാറ്റിനും പിന്നിൽ നിർമ്മാതാവ് അനിൽ തോമസ് ആണെന്നും സജി നന്ദിയാട്ട് ആരോപിക്കുന്നു. എന്നാൽ സജിയുടെ വാദങ്ങൾ ശുദ്ധ അസംബന്ധമാണെന്നും തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പ്രതികരണത്തിനില്ലെന്നും അനിൽ തോമസ്. ചലച്ചിത്ര താരങ്ങളുടെ സംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. 2 പാനലുകളിൽ മത്സരിക്കുന്ന പതിവിൽ നിന്ന് വ്യത്യസ്തമായി വ്യക്തിപരമായാണ് ഇത്തവണത്തെ മത്സരം. 74 പേർ പത്രിക നൽകിയതിൽ 23 പേരാണ് ഇപ്പോൾ മത്സരരംഗത്ത്. ജഗദീഷ് പിന്മാറിയതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും തമ്മിലാണ് മത്സരം. നാസർ ലത്തീഫ്, ജയൻ ചേർത്തല, ലക്ഷ്മിപ്രിയ, ആശ അരവിന്ദ് എന്നിവരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രവീന്ദ്രനും കുക്കു പരമേശ്വരനും തമ്മിലാണ് മത്സരം. അനൂപ് ചന്ദ്രനും ഉണ്ണി ശിവപാലും തമ്മിൽ ട്രഷറർ സ്ഥാനത്തേക്കും മത്സരമുണ്ടാകും. ഇനി അറിയിപ്പുകൾ. ത്രിവത്സര LLB പ്രവേശനത്തിനുള്ള 2ാം ഘട്ട കേന്ദ്രീകൃത അന്തിമ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് മെമ്മോയും പ്രോസ്പെക്ടസ് ക്ലോസ് 19 പറയുന്ന അസൽ രേഖകളും സഹിതം ഓഗസ്റ്റ് 16 വൈകിട്ട് 3 മണിക്കുള്ളിൽ ബന്ധപ്പെട്ട കോളേജിൽ ഹാജരായി പ്രവേശനം നേടണം. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ നോളജ് സെന്ററുകളിൽ ഡിപ്ലോമ ഇൻ മോണ്ടസോറി ടീച്ചർ ട്രെയിനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ് തുടങ്ങി തൊഴിൽ അധിഷ്ഠിത കോഴ്സുകളിലേക്ക് വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 20. മഹാരാജാസ് കോളേജിലെ 1ാം വർഷ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിൽ വിവിധ വിഭാഗങ്ങളിൽ ഒഴിവുള്ള സീറ്റുകളിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഓഗസ്റ്റ് 18 ഉച്ചയ്ക്ക് 12 മുൻപ് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം കോളേജിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കണം. വിശദവിവരങ്ങൾ കോളേജിന്റെ വെബ്സൈറ്റിലുണ്ട്. ഇടുക്കി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഫിസിക്സ് കെമിസ്ട്രി അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം. അഭിമുഖം ഓഗസ്റ്റ് 14 രാവിലെ 10 മണിക്ക്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും വിദ്യാഭ്യാസ യോഗ്യത, മുൻപരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകളുടെ അസൽ സഹിതം കോളേജ് ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. എഴുത്തിന്റെ വഴികളും വ്യക്തിജീവിതത്തിലെ സന്തോഷ സംഘർഷങ്ങളും തുറന്നു പറയുന്ന MTയുടെ ജീവചരിത്രം ഇന്ന് പ്രകാശനം ചെയ്യും. MTയുടെ പിറന്നാൾ ദിനത്തിൽ വൈകിട്ട് 5 തിരൂർ തുഞ്ചൻ പറമ്പിൽ M മുകുന്ദൻ R രാജശ്രീക്ക് നൽകിയാണ് പ്രകാശനം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇന്ന് കോടതിയിൽ നിലപാട് അറിയിച്ചേക്കും. നേരത്തെ വായ്പ എഴുതിത്തള്ളാൻ ചട്ടങ്ങളില്ലെന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാർ നിലപാടിനെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. ദുരന്തം നടന്ന് 1 വർഷമായിട്ടും തീരുമാനമെടുക്കാത്തതിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു.
തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ബൈക്ക് യാത്രക്കാരായ യുവാക്കളെ പോലീസ് മർദ്ദിച്ചെന്ന് പരാതി. നൈറ്റ് പട്രോളിംഗിന് ഇറങ്ങിയ ഫോർട്ട് പോലീസിനെതിരെയാണ് പരാതി. കഴക്കൂട്ടം സ്വദേശികളായ ദിപിനും വിശാഖുമാണ് പരാതി നൽകിയത്. കഴിഞ്ഞ 6-ാം തീയതിയായിരുന്നു സംഭവം. പോലീസ് കൈ കാണിച്ചിട്ട് വാഹനം നിർത്താത്തതിനെ തുടർന്ന് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി. എന്നാൽ യുവാക്കൾ മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയെന്നാണ് പോലീസിന്റെ വാദം. മലപ്പുറത്ത് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി. പാണ്ടിക്കാട് സ്വദേശി വട്ടിപ്പറമ്പത്ത് ഷമീറിനെയാണ് ഇന്നലെ രാത്രി തട്ടിക്കൊണ്ടുപോയത്. സാമ്പത്തിക ഇടപാടാകാം തട്ടിക്കൊണ്ടുപോകലിന് കാരണമെന്നാണ് സംശയം. തട്ടിക്കൊണ്ടുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് മലപ്പുറത്തു നിന്ന് വിവരങ്ങളുമായി. വിപിൻ, ഇത് തട്ടിക്കൊണ്ടു പോയി എന്നുള്ളൊരു സംശയം എന്തുകൊണ്ടാണ് വീട്ടുകാർക്കുണ്ടായത്? ഈ CCTV ദൃശ്യങ്ങൾ എപ്പോഴാണ് ലഭിച്ചത്? കൂടുതൽ വിവരങ്ങൾ. സ്മിത, ഇന്നലെ രാത്രി 8 മണിയോട് കൂടിയാണ് വട്ടിപ്പറമ്പത്ത് ഷമീറിനെ ഇന്നോവ കാറിലെത്തിയ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത്. ഈ ഒരു GLP സ്കൂളിന് സമീപത്ത് വെച്ചായിരുന്നു. ഇയാൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇന്നോവ കാറിൽ വന്ന് കൊണ്ടുപോയത്. അതിന്റെ CCTV ദൃശ്യങ്ങളാണിത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അതിന്റെ ഡോറൊക്കെ അടയ്ക്കാൻ പോകുന്നതേ ഉള്ളൂ. അതായത് ആ തട്ടിക്കൊണ്ടുപോകുമ്പോൾ ഒരു ബലപരീക്ഷണം അതിന്റെ ഉള്ളിൽ നടന്നിട്ടുണ്ടാകാം എന്നുള്ള സംശയിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ കാർ പോയിരിക്കുന്നത് നിലമ്പൂർ മേഖലയിലേക്ക് എന്നുകൂടിയാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ പാണ്ടിക്കാട് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഈ മാസം 4-ാം തീയതിയാണ് ഷമീർ ദുബായിൽ നിന്ന് വന്നത്. അവിടെ ഫാർമസി ബിസിനസ് നടത്തുന്നയാളാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു തട്ടിക്കൊണ്ട് പോകലിന് പിന്നിൽ എന്നുള്ളതാണ്. സാമ്പത്തിക ഇടപാടാണ് ഈ തട്ടിക്കൊണ്ടു പോകലിന് പിന്നിലെന്നാണ് സംശയം. വിപിൻ സി വിജയനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്.